വന്ദേ മാതരം ഗീതത്തെ പിളർത്തിയ, ഇന്ത്യയെ പിളർത്തിയ മുഹമ്മദ് അലി ജിന്നയുടെ ഈ വിഭജനത്തിന് ശേഷം വന്ദേ മാതരം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞവരൊക്കെ അങ്ങ് പാകിസ്ഥാനിൽ പോയി. ഇവിടെ ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മുസ്ലിമീങ്ങൾ ദേശീയ മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾ ഈ ഗാനം പൂർണ്ണമായും പാടിക്കൊണ്ട് ഈ വെച്ചു വീണ മണ്ണിൽ മരിച്ചു വീഴുമെന്നാണ് ഈ സദസ്സിന്റെ മുന്നിൽ എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്. എന്റെ കോൺഗ്രസെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ മുസ്ലിം എന്ന് പറയുന്നത് അബുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിന് പരിശുദ്ധ ഖുർആൻ വഹിയാത്തായിരുന്നു. അദ്ദേഹം ഈ ഗാനത്തിന്റെ ആരാധകനായിരുന്നു. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അദ്ദേഹത്തിന് ഒരു പാട്ടാൻ മുസ്ലിം സൈന്യം തന്നെ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരുടെ സൈന്യം. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ എല്ലാ വേദികളിലേക്ക്, സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ വേദികളിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചെറുപ്പക്കാർ വന്ദേ മാതരത്തിന്റെ ചരണങ്ങൾ മുഴുവൻ പാടി നടന്നു എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ദേശസ്നേഹികളായ മുസ്ലിങ്ങൾ ഈ ഗാനത്തെ അംഗീകരിച്ചു. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ഡൽഹിയിൽ ചേർന്നു. അവര് പ്രമേയം പാസാക്കി, ഞങ്ങൾ ഇതിന്റെ മുഴുവൻ ചരണവും പാടില്ല എന്ന്. എനിക്ക് സോണിയാഗാന്ധിയോട്, രാഹുൽ